ഹലോ, പോർക്ക് ടച്ചിങ്സ് ഉണ്ടാക്കിയാലോ? നല്ല ഈസി റെസിപ്പിയാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈസ്റ്റർ ഒക്കെ വരെയല്ലേ, അപ്പോൾ നമുക്ക് പോർക്ക് കൊണ്ട് കുറച്ച് റെസിപ്പീസ് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെയും പോർക്ക് കൊണ്ട് പരീക്ഷിച്ചിട്ടില്ല. അപ്പോൾ നല്ല കുറച്ച് പോർക്ക് കിട്ടിയിട്ടുണ്ട്, ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് ടച്ചിങ്സ് ആണ്. വെറും ഫ്രൈ അല്ല, നല്ല അടിപൊളി സ്പെഷ്യൽ ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ റെസിപ്പീസ് ഒക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പോർക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആദ്യം തന്നെ സ്റ്റാർട്ടറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഫ്രൈ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഞാൻ കുരുമുളകും ഉപ്പും മുളക് പൊടിയും പുരട്ടി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പോർക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന പരിപാടിയാണ് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് പിടിച്ചു വരാൻ നിങ്ങൾ വേണമെങ്കിൽ കുറച്ചധികം സമയം മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം വറുത്തെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇനി അതേ എണ്ണയിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് ബട്ടർ ഇട്ടിട്ട് വേണം ബാക്കി പരിപാടികൾ ചെയ്യാം. ആ ബട്ടറിലാണ് ബാക്കി കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ബട്ടർ ഇട്ടു, അതിൽ മെൽട്ടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ഞാൻ സോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി സോട്ടായി കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രൈ ചെയ്ത നമ്മുടെ പോർക്ക് കഷ്ണങ്ങൾ അതിലേക്ക് നമുക്കിടാം. എന്നിട്ട് ഒരു 2 പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് സോയാ സോസ് ഞാൻ ആഡ് ചെയ്യുകയാണ്. 1-2 ടീസ്പൂൺ മാത്രം നമുക്ക് ചെയ്താൽ മതി. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം സോയാ സോസ് ആഡ് ചെയ്യാൻ. പിന്നെ നമ്മളുടെ ഒരു സവാളയാണ് ഞാൻ കുറച്ച് വലിപ്പമുള്ള കഷ്ണം ആക്കി തന്നെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇതൊക്കെ ലാസ്റ്റ് ടൈമാണ് ആഡ് ചെയ്യേണ്ടത്. അധികം നമ്മൾ എന്താ പറയണ്ടേ, നമ്മളുടെ സവാള മുരിഞ്ഞു വരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ ഈസി ടച്ചിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ.